ഇവിടെ ഭരിച്ചോണ്ടിരുന്നു. മാഡം 5 കൊല്ലായിട്ട് മാഡം തന്നെ ഇനി ഇവിടുത്തെ MP. ഞാൻ പാലത്തിന് അനുവദിച്ചെന്ന ഫണ്ട് നടിച്ചു മാറ്റി കസേരയിലിരിക്കുന്ന ഏതാ? ഞാൻ വേഷം കെട്ട് വനജ. ജീവിക്കാൻ വേണ്ടി എന്ത് വേഷം കിട്ടും? അത് ഇയാളെ. അതെ. എന്നെ ഞാൻ ഇതിനെ വിളിപ്പിച്ചെന്നറിയോ? ഇന്റെ മോളെ ഒന്നും പറയണ്ട. ഇന്റെ മണ്ഡലത്തില് നമ്മളെക്കാളും വോട്ട് ബംഗാളിയേക്കാ. ഞാൻ പ്രസംഗിക്കുന്നൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ലടോ. അത് മാഡം പേടിക്കേണ്ട ആവശ്യമില്ല. മാഡം പ്രസംഗിക്കുന്ന കാര്യം ഞാൻ അവർക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുത്തോളാം. അതിനാണ് എന്നെ ഇവിടെ വിളിപ്പിച്ചത്. അപ്പൊ എനിക്ക് അഭിനയിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. എനിക്ക് അഭിനയിച്ച് പരിചയമുണ്ടോ? പിന്നെ 3 മാസമായിട്ട് ഗർഭിണിയായിട്ട് അഭിനയിക്കില്ലേ ഞാൻ? സിനിമയിലോ? അല്ല, സതീഷ് മുതലാളിന്റെ കല്യാണം മുടക്കാൻ. മാഡം ഇവിടുന്ന് സ്ഥിരമായിട്ട് ഒരു വർക്ക് തന്നിട്ട് വേണം എനിക്ക് എന്റെ ഈ കലാജീവിതത്തിന് ഈ തലേണ ഒന്ന് അഴിച്ചു വെക്കാൻ. സാധാരണ നമ്മൾ ചെലങ്ക അയച്ചൊക്കെന്നല്ലേ പറയാ. ഇത് മറ്റേ അപ്പൊ സിനിമയിൽ അഭിനയിച്ച് പരിചയമുണ്ടോ? അല്ല, നിങ്ങൾ അപ്പൊ പൃഥ്വിരാജിന്റെ ആടുജീവിതം കണ്ടില്ല? ഇല്ല. ഞാനതിലുണ്ട്. അങ്ങനെയാണ് ഞാൻ നാളെ തന്നെ അതൊന്ന് പോയി കാണാൻ. ഞാനതിലില്ല. അപ്പൊ അഭിനയിച്ച പരിചയമില്ല. പരിചയത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതാ മാഡം പറഞ്ഞ കാര്യങ്ങളും പ്രോപ്പർട്ടി ഒക്കെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. മാഡം പ്രസംഗിച്ചാൽ മതി, ഞാൻ പിടിച്ചോളാം. ഈ പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സെലക്ട് ആക്കാനൊന്നും പറ്റൂല. ഞാനൊന്ന് ട്രയൽ നോക്കൂ. ഓക്കെ ആണെങ്കിൽ ആയിക്കോട്ടെ, മതി. ഞാൻ പ്രസംഗിക്കും, കൂടെ പിടിക്കാം. എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നെ തന്നെ പൊക്കി പറയുകയാണെന്ന് നിങ്ങൾ ധരിക്കരുതേ. ഞാൻ നിങ്ങളുടെ സ്വന്തം കുത്തിയിരുന്നിടത്ത് ചിന്താമണി. മണിക്കടെ ഞാൻ വെറുതെ കുത്തിയിരുന്ന് നിരങ്ങി 5 വർഷം കളഞ്ഞതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ കുളിക്കാതെയും നനയ്ക്കാതെയും വോട്ട് തെണ്ടുകയായിരുന്നു. അതേസമയം മറ്റു പാർട്ടിക്കാർ മതമിളക്കിയാണ് വോട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. മതളക്കിയത് നല്ല ലൈഫാട്ടളക്ക്. അപ്പോൾ കാര്യങ്ങളൊക്കെ കൂടെ പിടിച്ചോളണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആയിക്കോട്ടെ. പണ്ട് പ്രതിപക്ഷം ഭരിച്ചിരുന്ന കാലത്ത് എന്താ കാലത്ത്? ആ കാലത്തല്ല, ഈ കാലത്തല്ല, സമയത്ത്. പ്രതിപക്ഷം ഭരിച്ചിരുന്ന സമയത്ത് ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു. പൊട്ടി പൊളിഞ്ഞ് വികൃതമായി ഷേപ്പില്ലാത്ത ഒരു റോഡ് ഉണ്ടായിരുന്നു. അതിലൂടെ ഒരു ഗർഭിണി നടന്നു പോവുകയാണെങ്കിൽ ആ ഗർഭിണി അപ്പോ തന്നെ പ്രസവിച്ചു വീഴുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. നല്ല മെത്തേഡ് ആക്ടിങ്ങിന്റെ ആളല്ലേ? അല്ല, ഞാനല്ല, എന്റെ വല്യമ്മേന്റെ മോളാ. എന്ത് മെത്തേഡ് ആക്ടിങ്? ഞാൻ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ നടത്തിയ വികസനങ്ങളെ കുറിച്ചാണ്. വികസനം? സ്കൂള് വികസിച്ചത് കണ്ടോ? ആശുപത്രികൾ, റോഡുകൾ, ഇതിനെല്ലാം എനിക്ക് കിട്ടിയ ഫണ്ട്. കൈവിട്ടു പോയി മാഡം. കൈവിട്ട് പോയിട്ട് കേറി പിടിക്കണോ? ശ്രദ്ധിക്കണം. ഞാൻ നടന്ന ഒരു സംഭവം പറയാം. പണ്ട് ഒരു വൃദ്ധനായ പൂപ്പൻ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു തെരുവ് നായ വന്ന് അദ്ദേഹത്തെ കടിക്കുകയാണ്. തെരുനായ ലൈഫ്. തെരുവുനായ അദ്ദേഹത്തെ കടിക്കുകയാണ്. അദ്ദേഹം അലറിക്കരഞ്ഞു. കടിക്കുന്നു, കരയുന്നു, കടിക്കുന്നു, കരയുന്നു, കരയുന്നു, കടിക്കുന്നു. എനിക്കിഷ്ടമല്ല, ഞാൻ പറയും. പൈസ കൂടി അത് ആലോചിക്കാം. കടിക്കുന്നു, കരയുന്നു. അദ്ദേഹം അവിടെ മരിച്ചു വീഴുകയാണ്. അയ്യോമേ. ഒരൊറ്റ മനുഷ്യന്മാർ പോലും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിനായി ഒരു പാട്ട് പാടിക്കൊടുത്തു. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ. ഈ ചന്തി കാണിച്ചു എന്നും പറഞ്ഞൊരു കേസ് സർക്കാർ വയലിൽ എഴുതാൻ പറ്റില്ലല്ലോ മുളച്ചാ. ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ. ഇത്രയും പറഞ്ഞ സമയത്ത് ഞാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. എന്റെ ചിഹ്നം ഉരലാണ് നമ്മുടെ ചിഹ്നം. ഈ ഉരലിനെ നിങ്ങൾ ചേർത്തു പിടിക്കണം. ഈ ഉരലിനെ നിങ്ങൾ കൈകളിലേന്തണം. ഈ ഉരലിനെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഈ ഉരലിനെ നിങ്ങൾ ഹൃദയത്തിലേറ്റണം. ഹൃദയത്തിൽ തന്നെ ഏറ്റണം നിർബന്ധം.
ഈ ഉരലിനെ നിങ്ങൾ ഉയർത്തി ഉയർത്തി ഉന്നതങ്ങളിൽ കൊണ്ട് ചെന്നെത്തിക്കണം. അത് പറ്റും തോന്നില്ല. ഇങ്ങനെയൊക്കെ ഉള്ളെങ്കിലേ കിട്ടുള്ളൂ. ഇത് തലയിലാക്കാൻ പറ്റുമോ? എവിടെങ്കിലും ഒന്ന് വെക്ക്. ഈ ഉരൽ അങ്ങനെ നമ്മൾ പ്രിയമുള്ളവരെ, അയ്യോ അമ്മേ, ഞാൻ ചത്തേ. മാഡം എനിക്ക് ഇവിടെ ചിന്ന അടക്കിടക്കുന്നുണ്ട്. ചിന്ന അടക്കിടക്കുണ്ട്, പക്ഷെ സ്ഥാനാർത്ഥി ഇല്ല.